ഈ കാണുന്ന മയ്യത്താരെന്നാണെന്നറിയോ? നമ്മുടെയൊക്കെ മക്കൾക്ക് അള്ളാനെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്ത, ബിസ്മിയും ഹംദും ഒക്കെ അവിടെ കുഞ്ഞിലെ നാവ് കൊണ്ട് പറയിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഒരു മദ്രസാധ്യാപകൻ, കേവലം 11,000 രൂപ മാത്രം ശമ്പളമുണ്ടായിരുന്ന അഷ്റഫ് ഹുസാൻ്റെ മയ്യത്താണ്. കടക്കണി മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളുലയുന്നുണ്ട്. ഇസ്ലാമിൽ കടുത്ത പാപങ്ങളിലൊന്നാണ് ആത്മഹത്യ എന്നുള്ളത്. അതിന് അദ്ദേഹം ഒരുങ്ങി തയ്യാറായത് മറ്റൊന്നുമുണ്ടല്ലോ, ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടിയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മളത് കണ്ടു നോക്കിയ വീഡിയോ. എന്റെ ഉമ്മ മാത്രമേ എന്റെ കടക്കാരൻ എന്തായിട്ട് ഉസ്താദ് എന്റെ വീട്ടിൽ പോവാണ്. എന്റെ തിരക്ക് ചോദിക്കുന്നത് ഞാൻ എത്ര നിങ്ങൾ കട കൊടുത്ത്. കഴിഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കരഞ്ഞ് നിലവിളിച്ച് രാത്രിയിൽ എൻ്റെ മുറിയിലേക്ക് വന്നൊരു ഉസ്താദിൻ്റെ അവസ്ഥയാണ്, ദയനീയമായ അവസ്ഥ. മാസങ്ങളായി സ്വന്തം ഉമ്മാനെ കണ്ടിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, കടക്കണി മൂലം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അരങ്ങേറുമ്പം നമ്മുടെ മഹല്ലത്തുകളിലോ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഏതെങ്കിലും പള്ളി കവാടങ്ങളിലോ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോഴും അന്താരാഷ്ട്ര ചർച്ചയാണ്. പുതിയ പണിത പള്ളിക്ക് ഇനി എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാമെന്നുള്ള തിരക്കിട്ട ആലോചനയിലാണ്. പള്ളിക്കവാടത്തിൽ 35 ലക്ഷം രൂപ മുടക്കി പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ മാതൃകയിൽ വലിയ മിനാരവും കുബ്ബയൊക്കെ വെക്കുമ്പം അതേ മഹലിലുള്ള മുസ്ലിയാർ കിഡ്നി പോയി 35-40 വർഷം ജോലി ചെയ്ത മുസ്ലിയാർ കിഡ്നി പോയിട്ട് മറ്റു പള്ളി കവാടങ്ങളിൽ ഈ പള്ളി കമ്മിറ്റി കൊടുത്ത കത്തുമായി തെണ്ട നിൽക്കുകയാണ്. അതേ മഹല്ലത്തിൽപ്പെട്ട നിർധനരും അതുപോലെ തന്നെ യാതൊരു മാർഗവുമില്ലാത്ത നിസ്സഹായരായ മനുഷ്യർ അവിടുന്ന് തന്നെ കത്തും മേടിച്ചുകൊണ്ട് പിരിവിന് നിൽക്കുകയാണ്. ആർക്ക് വേണവറാ നിന്റെ ഈ അമ്പരച്ചുംബികളായ ഈ സൗദങ്ങൾ ആർക്ക് വേണം? അള്ളാഹ് റബ്ബിനൊന്നും ആവശ്യമില്ല. ഹബീബായ തങ്ങളും അവിടുത്തെ അസ്വഹാബും ഒക്കെ പനയോലിൽ നിസ്കരിച്ചു. നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ ഏത് പരിശുദ്ധമായ സ്ഥലവും അതിന് പ്രാപ്തമാണ്. പള്ളി വേണമെന്നല്ല പറയാം, നല്ല പള്ളികൾ ഉണ്ടായിക്കോട്ടെ, നല്ല മിനാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, കുബ്ബ ഉണ്ടായിക്കോട്ടെ. മനുഷ്യൻ്റെ അവസ്ഥകൾക്ക്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരല്പം വില കൽപ്പിക്കും നമ്മൾ. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്ക് വേണ്ടിയാ? കേരളത്തിലുള്ള 70% വരുന്ന മതപണ്ഡിതന്മാരുടെ ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? 15,000-ന് താഴെയാണ്. നമ്മൾ വ്യാപകമായിട്ട് മുസ്ലിയാക്കന്മാർ ആത്മീയ ചികിത്സ, ആത്മീയ വാണിഭം എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ അങ്ങനത്തെ മേഖലയിലേക്ക് പോവുകയും വലിയ തരത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന് ആക്ഷേപം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയെന്നറിയാമോ? ഇതൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. 50 രൂപയുടെ ബിസ്ക്കറ്റിന് എൻ്റെ മോക്ക് 50 രൂപ, എൻ്റെ സിദറ മോക്ക് 50 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ ചെന്നാൽ 25 രൂപ കൊടുത്തിട്ട് ഇത് ബർക്കത്തുള്ള പൈസയാണ്, ബാക്കി 25 ബർക്കത്താവട്ടെ എന്ന് പറഞ്ഞാൽ കടക്കാരൻ ബിസ്ക്കറ്റ് തരുമോ? ഇല്ല. 50-ന് 50 തന്നെ കൊടുക്കണം. 15 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാം. ശരി തന്നെ, 10,000 രൂപ മതി, അത്യാവശ്യം കറണ്ട് ബില്ലൊക്കെ അടച്ച് പോവാം. ഇതിനിടയിൽ കുട്ടികൾക്ക് രോഗം വരില്ലേ? ഭാര്യയ്ക്ക് രോഗം വരില്ലേ? ഒരു മാസം എത്ര പാമ്പേഴ്സ് വേണം കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ? അതിനിടയിൽ ഭാര്യ പ്രസവിച്ചാലോ? തുടങ്ങി മറ്റ് കുടുംബത്തിൽ കല്യാണം ഉണ്ടായാലോ? എവിടുന്നാടോ അവിടുന്ന് മറിച്ച് ഇവിടുന്ന് പിച്ച് പറിച്ചൊക്കെ കൊടുക്കുന്നത്. അടിസ്ഥാനപരമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ശമ്പളം കൊടുക്കുന്ന എത്ര മഹലുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിച്ച്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിയിലെ മുസ്ലിയാക്കന്മാരുടെ ശമ്പളം നിങ്ങൾ അന്വേഷിച്ചു. ഇത് സങ്കടം വരും. നിങ്ങളൊക്കെ വീട്ടിൽ മീൻ മേടിക്കുന്ന ശമ്പളമുള്ളവർക്ക് 15,000, 16,000, 17,000. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്ന പള്ളിയിൽ, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം ആയെന്ന് തോന്നുന്നു, അന്ന് മുതലേ 20-ന് മുകളിലെ ശമ്പളം. ഇവിടെ അത്രയും ശമ്പളം, ഉയർന്ന ശമ്പളം കൊടുത്ത മഹലൊന്നുമില്ല. ഇവിടെ മുമ്പേ പോലും ഉയർന്ന ശമ്പളമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊന്നും നോക്കാൻ ആരുമില്ല. ഇനിയും നിലവിളികൾ ഇനിയും ഉയരും. അപ്പോഴൊക്കെ വാട്സപ്പിൽ നമ്മൾ കുറച്ച് ഉസ്താദന്മാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബമുണ്ട്. അവരോടൊപ്പം നിന്നിട്ട് മറ്റെന്തെങ്കിലും തൊഴിലിന് പോയി നിത്യവും ഞങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും മുഖമൊക്കെ കാണുന്നതിന് പകരം നിങ്ങളുടെ മഹല്ലത്തിൽ വന്ന് സേവനം ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വാപ്പാന്ന് തന്നെ ഹൃദയം തൊട്ട് വിളിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നവരാണ് ഞങ്ങൾ ഉസ്താദന്മാർ. നിങ്ങളെ എല്ലാ കാലത്തും ഉമ്മാന്ന് വിളിക്കാൻ പ്രാപ്തരാക്കുന്നവരാണ് ഈ മദ്രസാധ്യാപകർ. സമൂഹത്തിൽ മാന്യമായി വർത്തിക്കണമെന്നും വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കാരുണ്യം കാണിക്കണമെന്നും ഉമ്മാടെയും വാപ്പാടെയും ഉമ്മാടെ കാലിൻ്റെ ചൂട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ് നിങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തരുന്ന, നിങ്ങളുടെ നേരെ വിരൽ ഉയർത്താൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല എന്നല്ല, എന്ന് പറയാൻ പോലും പാടില്ല എന്ന ധാർമ്മിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് കായലിൽ ചാടി മരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ബിസ്മി അല്ലാത്ത ബാണ്ടല്ലോ,
ആ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത, സീന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് കടക്കണി മൂലം ആത്മഹത്യ ചെയ്യാണ്. വേദന തോന്നില്ലേ? വേദന തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളുടെ മഹല്ലത്തിൽ ഉസ്താദിന്റെ ശമ്പളം എത്രയാണ്? എത്ര പേര്? ഒരു വീട് കിനാവ് കാണാൻ കഴിയില്ല. ഒരു വീട് കിനാവ് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ സമീപ മഹല മുല്ലാത്തുളപ്പിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ വാപ്പാടെ വാപ്പ ഉമ്മാർ മരണപ്പെട്ടപ്പം എൻ്റെ വീടിൻ്റെ പഴയകാല അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ ജനങ്ങൾ കരഞ്ഞിട്ടാണ് എനിക്ക് വീടുണ്ടായത്. അല്ലെ, എനിക്ക് ഇവിടുന്ന പൈസ. ഇങ്ങനെയൊക്കെ ഓരോ ഉസ്താദന്മാരുടെ വീട്ടിൽ നമ്മളിങ്ങനെ അണിഞ്ഞൊരുങ്ങി കിടക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ? ആട് നല്ല സമ്പന്നനാണെന്നാ. നമ്മുടെ ഓരോരുത്തരുടെ വീടിൻ്റെ അവസ്ഥ അകത്തേക്ക് വരണം. അവരുടെയൊക്കെ അവസ്ഥ കാണും. ഓരോ ഉസ്താദന്മാരുടെ വീട്ടിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ. പക്ഷേ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന കേട്ടോ. നല്ല ആഹാരം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് റാഹത്താണ് നടക്കുന്നത്. ഞാൻ പറയാണ്, ഇതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ മാത്രമാണ് ഒരു 50,000 രൂപ 60,000 രൂപ ഒന്നിച്ച് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടാനാ? മറ്റുള്ളവർക്ക് സീസൺ പണിയെങ്കിലും ഉണ്ട്. നമ്മുടെ ആകെപ്പാടെ സീസൺ പണി എന്ന് പറയാൻ പറ്റുന്നത് ഈ റമദാനാ. ഇങ്ങനെ എത്ര മനുഷ്യർ! ഇതിനൊന്നും അറുതി വരുത്തില്ല, ഇതിനൊന്നും മാറ്റം വരുത്തില്ല. പള്ളികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. മുക്കിന് പള്ളികൾ വരും, 1000 സംഘടനകളുണ്ടാകും. പക്ഷെ ഉസ്താദന്മാരുടെ പ്രശ്നങ്ങൾ തൊടത്തില്ലത്. ഞാൻ മുമ്പ് സേവനം ചെയ്തൊരു മഹലിൽ ഞാൻ പോകുമ്പോൾ 12,000 രൂപ ഈ എടുത്തു. അയാളെ കണ്ടപ്പോൾ കുറേ മുമ്പ് കേട്ടോ, അയാളെ കണ്ടപ്പോൾ ഇപ്പോഴും 12,000 ശമ്പളമാണ്. എന്നെ അലിഫും ബാവും പഠിപ്പിച്ച എൻ്റെ നാട്ടിൽ എൻ്റെ മഹലിലെ ഖത്തീബ്, അദ്ദേഹം അവിടെ ജോലി ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ മുത്തഅല്ലിമല്ല. ഞാൻ ഓതി ഇറങ്ങിയപ്പോൾ ഞാൻ മേടിക്കുന്ന ശമ്പളം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു പോയി. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന് 15,000 രൂപ ശമ്പളം, 17,000 രൂപ ശമ്പളമായത്. എത്ര കൊല്ലം മുമ്പ് ഞാൻ മേടിക്കാൻ തുടങ്ങി 17,000 രൂപ? ഇതാണോ അവസ്ഥ? പിന്നെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും കുറച്ചൊക്കെ ശബ്ദത്തിലേക്ക് ഓതാൻ കഴിയുന്നവർക്കൊക്കെ നല്ല ശമ്പളമാണ്. ഒരു മഹല്ലത്തിൻ്റെ നട്ടൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ മദ്രസാധ്യാപകൻ, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഉദ്ധരിക്കുന്നതിന് മദ്രസാധ്യാപകൻ, അവന് വെറും 4,000 ഉളുവ ശമ്പളം കൊടുക്കുന്ന 5,000 ഉളുവ. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ ശമ്പളം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം ഈ വികാരാധീനായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു പേടിച്ചിട്ട് ഞാൻ വിടുകയാണ്. നമുക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. ഈ വിഷയത്തിലൊന്നും നമ്മൾ RSSകാർക്ക് മറുപടി പറയാൻ നടക്കുന്നു, ഫാസിസ്റ്റ് ഏരിയ നടക്കുന്നു, ഭയങ്കര ചർച്ചയാണ് ഇവിടെയൊക്കെ. മുസ്ലിയാക്കന്മാരുടെ വിഷയങ്ങൾ പറയാനും അവരുടെ അവസ്ഥ പറയാനും അങ്ങനത്തെ ചർച്ചയൊന്നും വേണ്ട. ഉസ്താദ് ഫാസിസ്റ്റ് സൗകര്യമില്ലായിരിക്കുകയാണ്. ഇനി പറയുന്നില്ല, ആ വിഷയം നിർത്തി. എന്തിനാ സംഘപരിവാറിനെ പറയുന്നത്? അവർ നമുക്ക് എന്ത് ദ്രോഹം ഉണ്ടാക്കുന്നു? അതാ പറ, ഇസ്ലാമിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ബാക്കിയുള്ള പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണമെന്നേ. എത്ര നിങ്ങളുടെ നാട്ടിലുള്ള മഹൽ ഉസ്താദന്മാരെ ശമ്പളം ചോദിച്ചു സങ്കടം കൊണ്ട് പറയാണ്. ഞമ്മക്കൊക്കെ ഓൺലൈൻ സംവിധാനവും മറ്റു പല മാർഗ്ഗങ്ങളിലൂടെ പൈസ കിട്ടാനുണ്ട്, പല വഴികളുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട ഉസ്താദന്മാരുടെ അവസ്ഥ അറിയാൻ അവരുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ അള്ളാഹുവിനെ സത്യം നെഞ്ചു പൊട്ടി നമ്മൾ കരഞ്ഞു പോകും. ഇവർ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരുങ്ങി അത്രയൊക്കെ തേച്ച് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ലെന്നാ. അങ്ങനല്ല, ഇത് പഠിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിലെ ഉസ്താദന്മാർക്ക് അടിസ്ഥാനപരമായി കൈകൂപ്പി പറയണം, ശമ്പളം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഇതിലും വലുത് പറയാനില്ല. അതുകൊണ്ടാണ്